വയലിൻ. ആ വയലിൻ എന്ന ഉപകരണത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരുപാട് വർക്കുകൾക്ക് പിന്നിലും വേദികളിലും വയലിൻ വായിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഷെഫിൻ. ഷെഫിൻ ശരിക്കും ഒരു വയലിനിസ്റ്റ് അല്ല. സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. വയലിനിൽ ഒരു ഭാഗമേ അല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ വിക്രമാദിത്യൻ, ഓർമ്മയുണ്ടോ മുഖം, പോളിടെക്നിക്ക്, പിന്നെ ലവ് പോളീസ് ഉണ്ട്, സോണി മ്യൂസിക്കിൻ്റെ, അജു വർഗീസിൻ്റെ, അങ്ങനത്തെ പോസ്റ്റേഴ്സിൻ്റെ ടൈറ്റിലും സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും അതിൻ്റെ പോസ്റ്ററിൻ്റെ പാട്ടാവാനൊക്കെ പറ്റി. അത്ര പ്രായമൊന്നുമില്ല. ഒന്നാമത്തെ സവാദിന്റെ വൈഫ് 2 ദിവസം മുമ്പ് സവാദ് വീഡിയോ കോൾ ചെയ്യുമ്പോ വൈഫ് പറഞ്ഞു ഭാര്യ വന്നിട്ടുണ്ടാവും, അത് അങ്ങനെ എത്ര സന്തോഷം. ചിലപ്പോൾ മയ്യത്തായി. ദുബായിൽ വരുന്ന ഒരുപാട് കലാകാരന്മാർക്കിടയിൽ ഇന്ന് നമ്മുടെ ഗാലറി വിഷൻ്റെ ഈ ഒരു ഫ്ലോറിൽ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഗീതോപകരണമാണ് വയലിൻ. ആ വയലിൻ എന്ന ഉപകരണത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരുപാട് വർക്കുകൾക്ക് പിന്നിലും വേദികളിലും വയലിൻ വായിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഷെഫിൻ ഫരീദ്. വെൽക്കം. ഇന്ദ്ര വിളിച്ചില്ലേ? പിന്നെ പറഞ്ഞത് കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റാണ്, ഇതുവരെ കറക്റ്റാണ്. ഇനി ഷെഫിൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ് വയലിൻ വായിക്കുന്ന കലാകാരന്മാരിൽ പേര് പറഞ്ഞു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കലാകാരൻ വയലിനിസ്റ്റ് ബാലഭാസ്കർ. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ബാലഭാസ്കറിൻ്റെ ഏറ്റവും വലിയ ഫാൻ ഉറപ്പായി ഷെഫിനാണെന്ന് പറഞ്ഞാൽ കണ്ടവരുണ്ട്, അനുഭവിച്ചവരുണ്ട് അല്ലേ? പക്ഷേ അന്ന് ബാലഭാസ്കറിന്റെ ഫാനായിരുന്ന സമയത്ത് ഷെഫിന് വയലിൻ പ്ലേ ചെയ്യാൻ തുടങ്ങി? ഇല്ല. വയലിന് അറിയാം, വയലിൻ കുറച്ച് ആ സമയത്ത് കുറച്ചറിയാം, പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. വയലിനിൽ ഒരു ഭാഗമേ അല്ലായിരുന്നു. അല്ല വയലിൻ പഠിക്കാതെ, വയലിനെ കുറിച്ച് എന്താണെന്ന് അറിയാതെ വയലിനിസ്റ്റായി മാറിയ ഷെഫിൻ ഫരീദിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷ ഉണ്ടാവുമെന്നറിയാം. ഞാൻ പറയട്ടെ, ഷെഫിൻ ശരിക്കും ഒരു വയലിനിസ്റ്റ് അല്ല. സത്യമല്ലേ? അല്ല. വയലിൻ ഇഷ്ടമാണ്. വയലിൻ ഇഷ്ടമായതുകൊണ്ട് വയലിനിസ്റ്റായി മാറിയിട്ട് ഇന്നിപ്പോൾ ദുബായിൽ വലിയൊരു ഷോ നടത്താൻ വന്നതാണ്. അപ്പോഴാണ് നമ്മൾ പൊക്കിക്കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ഗാലറി വിഷൻ്റെ പ്രിയപ്പെട്ട ഷെറഫ് ഗാലറിയുടെ ചങ്ക് കൂടിയാണ്. ഉറപ്പ്. ഭയങ്കര ഇഷ്ടമാണ് ഷെഫിനെ. അത് ഞാൻ കുറച്ച് വർത്തമാനം പറഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അത് ഷെറഫിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. കാരണം കലാകാരന്മാരോട് എല്ലാവരോടും വല്ലാത്തൊരു മുഹബത്ത് എൻ്റെ ഉള്ളിലുള്ളുണ്ട്. അത് പ്യൂറാണ്. അപ്പം ഷെഫിൻ എന്ന് പറയുന്ന കലാകാരൻ വയലിൻ ഇഷ്ടപ്പെടുന്നതിന് മുൻപ് ആരായിരുന്നു? ഡിസൈനറായിരുന്നു. വരട്ടങ്ങോട്ട് എവിടെയായിരുന്നു? അഡ്വർടൈസിങ്, ബ്രാൻഡ്, ക്രിയേറ്റീവ് ഡിസൈനിങ് ഒക്കെ ആയിരുന്നു കുറേ നാളായിട്ട്. 2007 തൊട്ടിട്ട് കോവിഡ് വരെ സീരിയസ് ആയിട്ട് ഡിസൈനറായിരുന്നു. അതിൽ സ്ട്രഗ്ലിങ് പീരീഡിലുള്ള സമയത്ത് ദുബായിലേക്ക് വരാൻ നിൽക്കുന്നൊരു സമയമായിരുന്നു. കോവിഡിന് കുറച്ച് മുമ്പ് എൻ്റെ ഫ്രണ്ടുണ്ട് അരുൺ ചന്തു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സാബു കോളോണിയിൽ
ഡിസൈനിങ് ഡിപ്ലോമ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിന് എനിക്ക് ഞാൻ സാബു കൊളേലിനെ പറ്റി പറയട്ടെ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട സിനിമാ പോസ്റ്ററുകളിൽ അല്ലെങ്കിൽ പോസ്റ്ററുമായി ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരേ ഒരു പേര്, അത് ബ്രാൻഡിങ്, അന്നത്തെ സാബു കൊളോണി ആണ്, പരസ്യകല സാബു കൊളോണി. എവിടെ നോക്കിയാലും തിയേറ്ററിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമുക്ക് നമ്മളെ ചെറുപ്പത്തിൽ ആ ഒരു പേരേ ഉള്ളൂ. അതിന് ശേഷം ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഞാൻ കോഴ്സ് ചെയ്തത്, ഡിപ്ലോമ. ഓക്കെ, ഗ്രാഫിക് ഡിസൈനിങ് അവിടെയാണ് പഠിച്ചത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടെ പോണത്. അതും സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ, മ്യൂസിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ സമയത്ത് മ്യൂസിക് കൊണ്ട് അങ്ങനെ ആരും, എൻ്റെ കുടുംബത്തിലൊന്നും അങ്ങനെ ആരും മ്യൂസിക് കൊണ്ട് അങ്ങനെ ഏൺ ചെയ്യണമൊന്നുമില്ല. ഉപ്പ മ്യൂസീഷ്യനായിരുന്നു, ഉപ്പ ആർട്ടിസ്റ്റ് ആയിരുന്നു. ദുബായിൽ സൈൻ ബോർഡ്സ് ഒക്കെ, കാലിഗ്രാഫി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ഫരീദ്. ആ, അപ്പോൾ തിരൂർക്കാരനാണ്. തിരൂര്. ദുബായിൽ കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ ഉപ്പ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മ്യൂസിക് കൊണ്ട് അങ്ങനെ ആരും നമ്മുടെ കുടുംബത്തിൽ ജീവിക്കണില്ല. എല്ലാവരും ഗവൺമെൻറ്റും ദുബായിയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവർക്കും ആ ഒരു എതിർപ്പും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. +2 കഴിഞ്ഞ സമയത്തും ഡിഗ്രി കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നോർമലി മലബാറിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് അത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുക, ദുബായിൽ വരിക, ജോലി ചെയ്യുക എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഒരു സംഭവം. അതങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് പറഞ്ഞു എനിക്ക് മ്യൂസിക് പഠിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ നടപടിയായില്ല. പിന്നെ മൾട്ടിമീഡിയ, അന്ന് മൾട്ടിമീഡിയ ഭയങ്കര ഫേമസ് ആയിരുന്നു. കോഴ്സ് ഭയങ്കര ആയിരുന്നല്ലോ മൾട്ടിമീഡിയ. അങ്ങനെ മൾട്ടിമീഡിയ പഠിക്കാനുള്ളൊരു ഇതിലെത്തി. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു മൾട്ടിമീഡിയ അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യം ഒന്നും കൂടെ ഒന്നും കൂടെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ ഗ്രാഫിക് ഡിസൈനിങ് കൊളോണിയൽ സാബു കൊളോണിയ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എറണാകുളത്തേക്ക് ഞാൻ പോയി. അപ്പോൾ അവിടുന്ന് കോഴ്സ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ബാംഗ്ലൂർ പോയി കുറച്ച് വർക്ക് ചെയ്തു, പിന്നെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്ത്. അപ്പോൾ അതിൽ അങ്ങോട്ട് ഒരു സ്വപ്നം കണ്ടതല്ല. ഇതിപ്പോ മെനിയാന്ന് വായിച്ചിട്ടുണ്ട് കൂടെ ഉണ്ട് നമ്മളെ ക്യാമറമാൻ. അപ്പൊ ഞാന് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചുണ്ട്. അപ്പൊ എന്നോട് വണ്ടിന്ന് പറയാ, ഞാൻ കണ്ട ദുബായ് ഇതൊന്നുമല്ല. അതേപോലെ മൂപ്പര് മനസ്സിൽ പ്ലാൻ ഇട്ട ദുബായ് ഇതൊന്നുമല്ല. അപ്പൊ എന്തോ ഒരു ഒളിഞ്ഞു കിടക്കണ സാധനം അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതേപോലെ ഞാൻ കണ്ട സ്വപ്നങ്ങൾ ഇതൊന്നുമല്ല, അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ വീണ്ടും ഒരു ചാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ദുബായിക്ക് വരാൻ നിൽക്കുന്ന സമയത്താണ് അരുൺ ചന്തു എന്നെ ഡിസൈൻ, അവന് ഇപ്പോൾ ഫിലിം ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ അവന് ആ സമയത്ത് ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സെഫിൻ ഫ്രീ ആണെങ്കിൽ വായോ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ ഉറപ്പായിട്ട് നിൽക്കാം. അപ്പോൾ ആ സമയത്ത് അവൻ തട്ടത്തിമറയത്ത് അങ്ങനത്തെ കുറേ നല്ല അടിപൊളി സിനിമകൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് സെറ്റായിരുന്നു. അപ്പോൾ തിര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ ചന്തുവിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ചന്തു നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് പിന്നെ വിക്രമാദിത്യൻ, ഓർമ്മയുണ്ടോയ്മുഖം, പോളിടെക്നിക്ക്, പിന്നെ ലവ് പോളീസ് ഉണ്ട്, സോണി മ്യൂസിക്കിൻ്റെ, അജു വർഗീസിൻ്റെ, അങ്ങനത്തെ പോസ്റ്റേഴ്സിൻ്റെ ടൈറ്റിലും സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും അതിൻ്റെ പോസ്റ്ററിൻ്റെ പാട്ടാവാനൊക്കെ പറ്റി. അതിന് ശേഷമാണ് ഞാൻ ദുബായിക്കുള്ള നമ്മുടെ കവിത ഓഡിയോസിൻ്റെ അനീഷ്കക്ക് വേണ്ടിയിട്ട് ഒരു കഫ്റ്റീരിയൻ്റെ ഒരു ബ്രാൻഡിങ് വന്ന സമയത്ത് അത് ചെയ്തു കൊടുത്ത്. അങ്ങനെ അതൊരു ഭയങ്കര ടേണിങ് ആയിരുന്നു. അവിടെ അതിൻ്റെ ഇനോഗ്രേഷന് നമ്മുടെ ഷംസൂക്ക നെല്ലറ ഷംസൂക്ക ആ വർക്ക് കണ്ടിട്ട് അനീഷ്ഖാനോട് ചോദിച്ചത് ആര് ചെയ്താന്ന് ചോദിച്ചു. അനീഷ്ഖ എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അഡ്രസ്സിൻ്റെ ഡിസൈൻസ് ഞാൻ ചെയ്തു തുടങ്ങി. തുടക്കം തൊട്ട് അഡ്രസ്സ് മനസ്സിലാക്കണം. നമ്മുടെ ഷെഫിൻ ഫരീദ് എന്ന് പറയുന്ന വയലിനിസ്റ്റ് വന്ന വഴികളാണ് പറയണത്, ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതൊന്നും ചിലപ്പോൾ ആർക്കും അറിയില്ല. ഞാനും ഞെട്ടിയിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നെല്ലറേന്റെ വർക്കിലേക്ക് എത്തി. അഡ്രസ്സിന്റെ വർക്കുകളാണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഷംസുഖ് തന്നെ വീണ്ടും എനിക്ക് നെല്ലറേന്റെ ഡിസൈനും കൂടെ തന്ന. കോവിഡിന്റെ സമയത്താണ് എനിക്ക് നെല്ലറേന്റെ ഡിസൈനും കൂടെ സെഫിനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവന് ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടിയത്. അതൊക്കെ സ്വപ്നം കണ്ട സംഭവമാണ്, അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ കൂടെ അസോസിയേറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നെല്ലറിൻ്റെ വർക്ക്സ് ചെയ്ത് തുടങ്ങി. പിന്നെ കോവിഡ് വന്നപ്പം എല്ലാം ഒന്ന് സ്റ്റക്കായ സമയത്താണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു സംഭവം, മ്യൂസിക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെറുപ്പം തൊട്ട് എൻ്റെ കുറേ കുട്ടിക്കാലത്ത് വരെ ഫോട്ടോസൊക്കെ ഉണ്ട് തബലേൻ്റെ പുറത്തേക്ക്. നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് വയലിനിലെ ഒരു പാട്ട് ഉറപ്പായിട്ട്
അടിപൊളി. ഇപ്പം ഷെഫിന് വായിച്ചിട്ടുള്ള പാട്ടില്ലേ സുഖമാണോ നിലാവ്, സുഖമാണി സുഖമാണി നില, നമ്മൾ നമ്മൾ അല്ലേ, നമ്മളെ ചെറിയ പ്രായത്തിൽ നമ്മൾ അത്ര പ്രായമൊന്നുമില്ല, നമ്മൾ ചെറുതാകുമ്പോഴാണ് നമ്മൾ വന്നത്. എത്ര വയസ്സുണ്ട്? വയസ്സൊന്നും പറയാൻ പറ്റില്ല. പറയ് ഷെഫിൻ. വയസ്സ് അറിയില്ല. അപ്പൊ എന്തായാലും വിളിച്ചോളി. അപ്പോൾ അന്ന് കേട്ട ആ പാട്ട് ഈ ഇങ്ങനെ ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ പല പിക്ചറുകളും മിന്നി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ വയലിനിലൂടെ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അടുത്തത് ഈ വയലിൻ വായിക്കാൻ വേണ്ടിയിട്ട് കൊറോണ സമയം ആയപ്പം, കൊറോണ ടൈമിൽ എന്താണ് ഷെഫിൻ ഈ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് കൊറോണ സമയത്ത് ഉണ്ടായ മാറ്റങ്ങൾ? കൊറോണ ശരിക്കും നേരത്തെ പറഞ്ഞതാണ്, ഭാഗ്യമാണ് കൊറോണ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ കൊറോണ സമയത്താണ് ഞാൻ വയലിൻ പ്രാക്ടീസ് തുടങ്ങിയത്. ബാലുച്ചേട്ടന് 2018 നമ്മളെ വിട്ട് പോയത്. അതുവരെ വയലിൻ അങ്ങനെ ഇല്ല. ബാലുച്ചേട്ടൻ്റെ കുറേ ഷോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ തന്നെ മ്യൂസിക് ആൽബംസിൻ്റെ ഡിസൈനിങ്സ് ഒക്കെ പോസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടെ നടക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു വയലിൻ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല ഇത് വെസ്റ്റേൺ ആണോ കർണാട്ടിക് ആണോ ഹിന്ദുസ്ഥാനി ആണോ എന്നൊന്നും അറിയില്ല. ബാലഭാസ്കർ നിന്നിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ട്യൂൺസിൽ ഫിറോസ് ബാബുക്കല്ലേ, അറിയില്ലേ സിംഗർ, ഫിറോസ് ബാബുക്കാൻ്റെ ഒരു മ്യൂസിക് സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നു ട്യൂൺസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് ഞാൻ കുറച്ച് വെസ്റ്റേൺ പഠിച്ചിട്ടുണ്ട്, കുറച്ച്. അപ്പോൾ അവൻ ബാലഭാസ്കർ നിന്നിട്ടാണല്ലോ വായിക്കണത്. അപ്പോൾ ഇത് അങ്ങനെ വെസ്റ്റേൺ നിന്നിട്ടാണ് നോർമലി വായിക്കാറുള്ളത്. പക്ഷെ ബാലഭാസ്കർ ക്ലാസിക്കലാണെന്നുള്ളത് എനിക്ക് അതുപോലും അറിയില്ലായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് അതൊക്കെ മനസ്സിലായത്. അങ്ങനെ ക്ലാസിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ സാറെടുത്ത് പോയി. അതിന് ശേഷമാണ് തോന്നുന്നു കോവിഡ് വന്നത്, ബാലുചേട്ടൻ മരിച്ചതിന് ശേഷം. അപ്പം വിസിലടിക്കണോ തെറ്റിയാൽ പോലും ബാലുചേട്ടൻ ചീത്ത പറയും. നമ്മളിപ്പോൾ ഞാൻ വിസിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ കാടാമ്പുഴ ഒരു ക്ഷേത്രത്തിൽ ചേട്ടൻ വന്ന സമയത്ത് ഞാൻ വെറുതെ ഏതോ ഒരു പാട്ട് ഇങ്ങനെ വിസിൽ ചെയ്തപ്പോൾ ഷെഫിനെ വേണ്ടത്ത പണി കണ്ട ചീത്ത പറയും. ഞാൻ പിന്നെ എങ്ങനെ വയലിൻ വായിക്കാനാണെന്നുള്ളൊരു പിന്നെ വയലിൻ വായനൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ ഈ കോവിഡ് വന്ന സമയത്താണ് പിന്നെ ഞാൻ വയലിൻ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് ഇരുന്ന് വായിച്ച് കുറച്ചൊക്കെ വയലിനുമായിട്ടൊരു ബന്ധം ആ സമയത്ത് ഉണ്ടാക്കിയെടുത്ത്. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ ഷോസ്, വെഡ്ഡിങ്ങിനൊക്കെ ഇപ്പോഴും വെഡ്ഡിങ് വായിക്കുന്നുണ്ട്. വെഡ്ഡിങ്ങിനാണ് മെയിനായിട്ട്, അത് കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, ഇനോഗ്രേഷൻസ്, ഇതേപോലുള്ള മ്യൂസിക് ഷോസൊക്കെ വായിക്കാറ്. ഇന്നെ ഞെട്ടിച്ചൊരു സംഭവം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഷെഫിനോട് ചോദിച്ചു, ഷെഫിനെ വയലിൻ വായിക്കാൻ തുടങ്ങിയത് പ്രൊഫഷണലായിട്ട് ഇറങ്ങിയത് എങ്ങനെയാന്ന് വെച്ചപ്പോൾ ഞാൻ എന്താ ചിരിക്കുന്നത്, ഞാൻ വയലിൻ പഠിച്ചില്ല. ശരിക്കും എന്നെ ഞെട്ടിച്ച്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? ഷെഫിൻ തന്നെ പറഞ്ഞ്, ഞാൻ കൊറോണ ടൈമിൽ ഇതിനോടുള്ള ഇഷ്ടം കാരണം ഇതിൻ്റെ ABCD പോലും അറിയാത്ത ഒരു ഹൃദയമാണ് എൻ്റെത്. ആ ഇൻസ്ട്രുമെൻറ്റിനെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞാനത് കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഇഷ്ടത്തിൻ്റെ പുറത്ത് വായിച്ചു തുടങ്ങി. എനിക്ക് പറഞ്ഞു തരാൻ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ബാലുചേട്ടൻ ത്രൂ തന്നെ എനിക്ക് ഇതേപോലെ പരിചയപ്പെട്ട എൻ്റെ 2 ഭയങ്കര ഫ്രണ്ട്സ് ഉണ്ട്. ജസ്റ്റിനും ബാലഗോപാൽ രണ്ടുപേരും കിടിലൻ വയലിനിസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ അവർ ഇതേപോലെ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ആകുമ്പോൾ അവർ വിളിച്ചിട്ടൊക്കെ ആണെങ്കിൽ എന്ത് ചോദിച്ചാലും അവർ രണ്ടുപേരും എപ്പോഴും എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അവരെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അതിന് ശേഷം ഞാൻ സുരേന്ദ്രൻ സാറെടുത്ത്, ആലങ്കോടുള്ള സുരേന്ദ്രൻ സാറെടുത്ത് കുറച്ച് ബേസിക് സാധനങ്ങളൊക്കെ പഠിച്ചത്. ആ സമയത്ത് ഡിസൈനിങ് ഉണ്ട് കേട്ടോ. ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഈ വലിയ ബ്രാൻഡുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ വർക്ക് ഡെലിവറി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സിന് പോകാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ ക്ലാസ്സും ഈ ജോലിയും കൂടെ അങ്ങോട്ട് സിങ്ക് ആവണില്ല, പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രഷറും ഇതെല്ലാം കൂടെ എനിക്ക്, അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ടേബിളിൽ വയലിന് വെക്കും, അക്കോസ്റ്റിക് വയലിനുണ്ട്, അതും കൂടെ വെക്കും. എന്നിട്ട് വർക്ക് ക്ലയൻറ്റിന് അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ എന്തായാലും അവർ അതിൻ്റെ റിവ്യൂ നടത്തി റിപ്ലൈ തരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. എന്തായാലും ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അത്ര കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഇരുന്നിട്ട് എടുത്ത ക്ലാസ് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് വീണ്ടും മാറ്റി വെക്കും. അങ്ങനെയാണ് വയലിൻ നമുക്ക് ജീവനാണ്. ജീവനാണ് പേരിൽ വയലിൻ ഇഷ്ടമായതിൻ്റെ പേരിൽ വയലിനിസ്റ്റായി അല്ലേ? എന്തായാലും പിന്നെ ചന്തു അല്ലേ, ചന്തുവും അതേപോലെ
പിന്നെ വയലിനിസ്റ്റ് ആയിട്ടുള്ള രണ്ടുപേരെ ജസ്റ്റിനും ബാലു. ജസ്റ്റിനും ബാലിച്ചേട്ടും, അതുപോലെ തന്നെ ബാലഭാസ്കറിനോടുള്ള ഇഷ്ടവും, ഇതൊക്കെ ഷെഫിനെ ഒരു സ്വാധീനിച്ചിട്ടുണ്ട്, വയലിനിസ്റ്റ് ആക്കി മാറ്റി ഇന്ന് അത്യാവശ്യം ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണോ സ്വപ്നം, ഞാൻ കണ്ട സ്വപ്നം ഇതാണ് എന്ന് തിരിച്ചറിയാൻ. എൻ്റെ സ്വപ്നങ്ങൾ ഭയങ്കര ഭയങ്കര ഫണ്ണി സ്വപ്നങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ ചിരിക്കുമോ. ഇപ്പോൾ നമ്മൾ ചില ഷോസിനൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ബാലുചേട്ടൻ്റെ ഇതിനൊക്കെ പോകുമ്പോൾ ബാലുചേട്ടൻ്റെ ഫ്ലൈറ്റ് കേസിൽ കുറേ നമ്മളെ ഫ്രജൈലിൻ്റെ സ്റ്റിക്കേഴ്സ് കാണുമല്ലോ. അതുപോലെ ആർട്ടിസ്റ്റുകളെ ഈ ഫ്ലൈറ്റ് കേസിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ ഫ്രജൈലിൻ്റെ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ എന്നാണ് എൻ്റെ ഇതിലൊക്കെ കുറേ ഫ്രജൈലൊക്കെ വരിക, അങ്ങനെ ആലോചിക്കും. അപ്പോൾ നടന്നു കുറേ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് സന്തോഷം എന്താണെന്നറിയാം, കാണുന്ന കലാകാരന്മാരും കലാകാരികളൊക്കെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. ഇവർക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് ഷെഫിൻ്റെ ലൈഫ്. സത്യമാണ്. അതിപ്പോൾ പേഴ്സണലായിട്ട് എനിക്കറിയാം. ഇപ്പോൾ പിന്നെ ഫൈസ് മഞ്ചേരി എന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, അയ്യോ അവനാണ്. അതായത് ഷെഫിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളവനാണ് ഫൈസ്. അത് ഇപ്പോൾ ഗൾഫിൽ വന്ന് നമ്മൾ ഗാലറിഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം അത് നമുക്ക് കാണാം, ഓരോ വാക്കും ഓരോ പെരുമാറ്റത്തിലും ഓരോ കാര്യത്തിലും കാണാം. അപ്പോൾ അതിൽ അങ്ങനത്തെ കൂട്ടുകാർ ഭയങ്കരമായിട്ട് ഷെഫിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ പൊക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ വിചാരിച്ച ലോകത്തേക്ക് എത്തിക്കാനും നമ്മുടെ കൂടെ നമുക്ക് ചങ്കുകളായിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മെനക്കെടേണ്ടി വരില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ, നമ്മളിങ്ങനെ റീക്യാപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഓരോ സമയത്ത് ഓരോ ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഗ്രാഫിക് ഡിസൈനർ ആയിരുന്ന സമയത്ത് തന്നെ ചന്തു ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഡിസൈനിങ്ങിൽ ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ്. കഴിവുള്ള ഒരു കലാകാരനാണെന്ന് അറിഞ്ഞിട്ടും കൂടെ കൂട്ടിയിട്ട് ആ കഴിവുകൾ കൂടുതലായിട്ട് എന്താ പറയുക സ്വന്തം അവതരിപ്പിക്കാൻ അവസരങ്ങൾ തന്നിട്ട് അതൊരു ചങ്ക് തന്നെ പറയും. ഡിസൈനിങ്ങിൽ ചന്തു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻ്റെ കുറേ ചിന്തകൾ മാറ്റാനും ഡിസൈനിങ്ങിനോടുള്ള നമ്മുടെ ഒരു അതൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനൊക്കെ അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെയാണ് അനീഷ് ഖാൻ്റെ അടുത്തേക്ക് ഈ വർക്കിൽ സിനിമ ഒക്കെ ചെയ്ത ഇതാണല്ലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അനീഷ് ഖാനാണ് ഫസ്റ്റ് ടൈം എന്നെ ദുബായിലോട്ട് കൊണ്ടുവരുന്നത്. ദുബായ് പറഞ്ഞപ്പോഴാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദുബായിൽ ഇറങ്ങിയ പാട് പിന്നെ ഗാലറിഷൻ്റെ പുതിയ വർക്കാണ്. പിന്നെ നമ്മുടെ കണ്ണൂർ സലീംക്കയുടെ എക്കാലത്തും എന്താ പറയുക കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ലൈല മജ്നു. ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പാടിയിട്ടാണ് നമ്മളൊക്കെ പാടി നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പ്രവാസ ലോകം ഓർമ്മിക്കുമ്പോൾ പ്രവാസത്തിൻ്റെ ഒരുപാട് വിരഹവും വേദനയും ഇഷ്ടവും സ്നേഹവും പ്രണയമൊക്കെ ഉള്ളൊരു പാട്ടാണ്. അത് ചിന്മയെ പാടി ജുബൈർ മുഹമ്മദ് അവതരിപ്പിച്ചപ്പോൾ വേറൊരു ഭംഗിയായിട്ട് ആ പാട്ട് നമുക്ക് പൊട്ടിച്ചല്ല ഉറപ്പായിട്ട് സെറ്റ്. പിന്നെ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, വന്ന് ഞാൻ പറയുന്നു എനിക്കത് സെറ്റപ്പ് ചെയ്ത് തരും. ഓക്കെ. ഇപ്പോൾ ദുബായിൽ വന്ന പരിപാടി ഇതല്ലേ? യെസ്, ഇക്വിറ്റോറിയൻ്റെ പരിപാടി. ഷംസുഖാണ് ഇൻവൈറ്റ് ചെയ്ത പരിപാടി. അല്ലറാ ഷംസുഖായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. പിന്നെ ഷംസുഖക്ക് ഈ കലാകാരന്മാരോട് വല്ലാത്തൊരു മുഹബത്താണ്. ഇപ്പൊ അങ്ങനെ മുഹബത്തായി മൂപ്പര് ഒരു കലാകാരനാണ്. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ് മേഖലയിൽ. പിന്നെ കലാകാരന്മാർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇപ്പം മൂപ്പര് എന്താണെന്ന് വെച്ചാൽ മൂപ്പര് ഒരു കലാകാരനായപ്പം ടോട്ടലി കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നവരും കലാകാരന്മാരും മൂപ്പര് ഫാനായി. സെറ്റ് മനുഷ്യനാണ്. ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പരെ ഷോയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ബിസിനസ് മേഖലയിൽ മൂപ്പരെ നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ വേണം എല്ലാ രീതിയിലും. കാരണം ബിസിനസ്സുകാരനായി വന്നിട്ടൊരു കലാകാരനാവാന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം. അപ്പോൾ എന്തായാലും ഷംസുഖ കൈവിട്ടിട്ടില്ല പഴയ ഡിസൈനറെ. ഉറപ്പായിട്ടും അടിപൊളി.
പിന്നെ ഇവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു പേയ്മെന്റ് എൻ്റെ കയ്യിൽ വെച്ചിരുന്നത് വീണ ചേച്ചിയാണ്. ഒരു ഷോക്ക് വിളിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് കയ്യിലോട്ട് പേയ്മെന്റ് തരുന്നത് വീണ ചേച്ചിയാണ്. എന്നിട്ട് നന്നായി വരും സെഫിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷം എനിക്ക് കുറേ ഷോസ് കിട്ടി. അബുദാബിയിൽ ഷോക്കാണ് ഷംസുഖ ആദ്യമായിട്ട് ഞാൻ വയലിൻ വായിക്കണത് ഷംസുഖ കാണുന്നത്. അങ്ങനെ ഷംസുഖ സ്റ്റേജിൽ വന്നു. ഞാൻ കരഞ്ഞു. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് പ്രശ്നക്കാരനാണ്. അങ്ങനെ ഷംസുഖ പറഞ്ഞു ഇവൻ സെഫീൻ എൻ്റെ ഡിസൈനറാണ്, എല്ലാവരും എൻ്റെ അഡ്രസ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കരമായിരുന്നു. ആ വീഡിയോ നാട്ടിലെത്തി, നാട്ടിലെല്ലാവരും കണ്ടു. അപ്പോഴാണ് എല്ലാവരും ഇവൻ ഇതൊക്കെയാണ് ഇപ്പോൾ പരിപാടി എന്നുള്ള കാര്യങ്ങൾ നാട്ടിലറിഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഷംസുഖാൻ്റെ സ്റ്റാഫാണ് ഡീൽ ചെയ്യാറുള്ളത്, അപ്പോൾ ഡിസൈനിങ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് വേണം, ഞാൻ ഡിസൈനിങ് ഒന്ന് നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ ക്ലയൻസ് ഒക്കെ ഫ്രണ്ട്സായി വരുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ക്ലയൻസ് ആണ് എല്ലാവരും, തിരിച്ചറിയണ. നമ്മളെന്തോ നല്ല തീരുമാനം എടുത്തതിന്റെ പേരിലാണ് നമ്മൾ പിന്മാറുന്നത്. അതിനേക്കാൾ വലിയ ലെവലിലേക്ക് നമ്മൾ മാറുമെന്ന് ഒരു ഉൾക്കൊള്ളും. അപ്പൊ നമുക്ക് ആ ഒരു പരിഗണന തരും. ആണ്. അപ്പോൾ കുഴപ്പമില്ല, അവരെ CEO ഫസൂഖ് ആയാലും ഷംസുഖ് ആയാലും ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ അവരൊരു ഡിസൈനറായിട്ടൊന്നുമല്ല, അവരൊരു ബ്രദറിനെ പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പട്ടിണി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണം എനിക്ക് കുറച്ച് വർക്ക് വേണോ, അയച്ചാൽ തന്നെ അപ്പോൾ അവർ വർക്ക് അയച്ചു. അങ്ങനത്തെ ക്ലയൻസ് ആണ് എനിക്കുള്ളത്. വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. ഇന്ന് എല്ലാവരും നമ്മുടെ ലോകത്ത് ഈ ഒരു ഫീൽഡിൽ സ്വന്തം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനോ ബാക്കിയുള്ളവരെ സന്തോഷപ്പെടുത്താനോ ആരും മെനക്കെടില്ല. അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പേര്, ഇങ്ങനെ ഒരു ബ്രാൻഡ് എടുത്ത് പറഞ്ഞതിൽ ഷംസുഖ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷിക്കുക. ഷംസുഖ ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു രാത്രി 12 മണിക്കാണ്, ഒരു 13-ാം തീയതി, ഒരു 3 ദിവസം മുമ്പായിരുന്നു ഷോ. അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ്, ഒരു 4 ദിവസം മുമ്പ് ഷംസുഖ എന്നെ വിളിക്കണം രാത്രി 12 മണിക്ക്. പിന്നെ 13-ാം തീയതി ഫ്രീ ആണോ, ദുബായിലൊരു പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഷംസുഖ വിളിച്ചിട്ടുണ്ട്, 13-ാം തീയതി ദുബായിൽ പ്രോഗ്രാം ഉണ്ട്, കൺഫേം ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും പുള്ളി ആ സമയത്ത് നമ്മൾ ഓർത്തിട്ട് വിളിച്ച് പറഞ്ഞല്ലോ, അതെന്നെ ഭയങ്കര. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഷെഫിനെ സംബന്ധിച്ച് എന്താണോ മൈൻഡ് അതിനനുസരിച്ച് ഇങ്ങനെ ഓളത്തിൽ പോകുന്ന ആളാണ്, മനസ്സിലായോ? അതുതന്നെയാണ്. അപ്പോൾ ഡിസൈനർ, സ്വപ്നം കാണൽ, വീട്ടിലത്തെ എതിർപ്പ്, പിന്നെ വീട്ടിലത്തെ എതിർപ്പ് എന്നല്ല, വീട്ടുകാർക്ക് നമ്മൾ നന്നാവണം എന്നാണല്ലോ സ്വാഭാവികമായിട്ട് അവർ ആഗ്രഹിക്കുക. അപ്പോൾ ഉപ്പായാലും ഉമ്മായാലും കാക്കാരായാലും ഒക്കെ നമ്മൾ ഭാവി അടിപൊളിയാവണം, സേഫ് ആവണം എന്നാണ് തുടക്കത്തിൽ ഷെഫിന് പറഞ്ഞു. കാരണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഭാവിയിലേക്ക് ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മളൊരു കലാകാരനായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മളെ ഉള്ളിൽ കലയുണ്ട് എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെടുമ്പം അവർ കണ്ടിട്ടുള്ള കലാകാരന്മാരെ മൊത്തത്തിൽ പല വഴികേടിലും വഴി തെറ്റിയിട്ടും റോങ് ആയിട്ടും ഒക്കെയാണ് അവരവരുടെ ജീവിതം ചെലവഴിച്ചത്. നമ്മളതിൽ പെട്ടുപോവോ എന്നുള്ള ബേജാറാണ്. അല്ലാതെ ആ ഫീൽഡിലേക്ക് പോകുന്നത് ഒരു തെറ്റ്, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ പാടില്ല, അത് വേറെ ലെവലാണ് എന്നുള്ളതല്ല. എൻ്റെ മകൻ ഒരു പാട്ടുകാരനായിട്ട് പോകുമ്പം ഞാൻ കണ്ടിട്ടുള്ള പാട്ടിൻ്റെ മേഖലകൾ, അതിൽ ചിലപ്പോൾ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു വാപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും പേടിക്കും നമ്മൾ എന്തായിത്തീരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാളെ നമ്മൾ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്കോ മാറിപ്പോകുന്നുള്ള ആദ്യമാണ്. അതിൽ അങ്ങനെയൊന്നും പെടാതെ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള പവർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഫാമിലി ഹാപ്പിയാണ്, നാട്ടുകാർ ഹാപ്പിയാണ് ഉറപ്പായിട്ട്. കാരണം പാട്ട് അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുമ്പം കള്ളും കഞ്ചാവും പെണ്ണും എന്നാണെന്ന് ഇപ്പോഴും പറയുന്നവരാണ് ഇല്ലേ? മദ്യത്തിൽ അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളെ വീട്ടുകാർ ഈ ഫീൽഡിലേക്ക് വരുന്നതിൽ ആദ്യം പേടിച്ചതിൻ്റെ പിന്നിൽ ഇതാണ്, നമ്മൾ വഴിതെറ്റി പോവോ എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പോവോ എന്നുള്ളതിലുപരി ഇത് വെച്ചിട്ട് അവന് ജീവിക്കാൻ പറ്റുമോ, ഏൺ ചെയ്യാൻ പറ്റുമോ, ആരും അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരും മാതൃകയില്ല, പരിചയമുള്ളവരും ആരും ഇല്ല ഇങ്ങനെ മ്യൂസിക് വെച്ച് ജീവിക്കുന്ന. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷെഫിന്. പ്രണയം നല്ലോണം ഉണ്ടായിരുന്നു അല്ലേ? എന്താ അവിടെ തന്നെ അതിൻ്റെ ലെവല് മാറിയത്. പ്രണയം നല്ലോണം ഉണ്ടായിരുന്നു, പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രേമം
വയലിനോടുള്ള ഇഷ്ടം, ആ, ഡിസൈനിങ്, ആ. ജീവിതത്തിൽ ഞാൻ കണ്ട സ്വപ്നം നടക്കുമെന്നുള്ള പേടി, വീട്ടുകാർ പേടിയില്ല കേട്ടോ, നടക്കുമെന്നുള്ള പേടി, ആഗ്രഹം, നടത്തണം എന്നുള്ള നടത്തണം എന്നുള്ള മാത്രമേ ചിന്ത. ഉള്ളൂ. അതിന് വീ- ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. വീട്ടുകാരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാന്നുള്ള വേറൊരു വശം ആണ്. അല്ലേ? ആ. ഇതിന്റെ ഒക്കെ ഇടയിൽ എത്ര മനോഹരമായിട്ട് പ്രേമം കൊണ്ടേ ആ. പറഞ്ഞ. അല്ല, അന്ന് പിന്നെ ഇങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. അന്ന് പ്രേമിക്കുക, പഠിക്കുക, ആ ചിന്താണല്ലോ. അന്നത്തെ പ്രേമം ഇന്ന് വീട്ടിലുണ്ടോ? അന്നത്തെ പ്രേമം ഉണ്ട്, ഉണ്ട്, കൂടെ ഉണ്ട്. ഉണ്ട്. ആ. എന്താ പേര്? മുബീന. വീട് തിരൂർ തന്നെ. തിരൂർ. ഒരു മോനും ഉണ്ട്, 5 വയസ്സായ മോനുണ്ട്, ആദം റഹാൻ. മുബീന പ്രണയം എന്ന് പറഞ്ഞപ്പം ഷെഫിൻ്റെ ഫേസിനകത്ത് ആ പല്ല് വെട്ടിത്തിളങ്ങിയിട്ടുണ്ട്. മാഷാഅല്ലാ, പൊളിച്ച്. എന്നെ സംബന്ധിച്ച് അത് എന്തോ ഒരു ഫീല് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോയ പ്രണയം ഇങ്ങോട്ട് വന്ന പ്രണയം, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു പ്രണയം. ഇതാ വാല്യൂ കൂടും അല്ലേ? നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ ഇഷ്ടം പറയുമ്പം ആ ഇഷ്ടത്തെക്കാൾ കൂടുതൽ തിരിച്ചു ഒരു ഇഷ്ടം തരും അല്ലേ? ലൈഫ് ശരിക്കും ആസ്വദിക്കില്ലേ? ഇപ്പൊ ആസ്വദിക്കുന്നുണ്ട് ശരിക്കും. അടിപൊളി. മോൻ എത്ര വയസ്സായി? മോന് 5 വയസ്സ്. 5 വയസ്സ്. ലൈഫ് ഈ കലാപരമായിട്ടുള്ള ഉയർച്ചയിൽ വളർച്ചയിൽ വൈഫ് ഭയങ്കരമായിട്ടും വൈഫിന് ഹാപ്പിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിയുന്ന സമയത്ത് ഡിസൈനർ ആണല്ലോ. അന്ന് കുറച്ച് തിരക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല അഡ്രസ്സ് കുറച്ചും കൂടെ നല്ല ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ലാപ്ടോപ്പ് കൂടെ ഉണ്ടാവും. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെപ്പോൾ നമുക്ക് വർക്ക് തരുന്നു അത് അപ്പോൾ തിരിച്ചയച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഞാൻ വണ്ടി സൈഡാക്കും, വർക്ക് ചെയ്യും, അയച്ചു കൊടുക്കും. അപ്പോൾ അതിലൊന്നൊരു എൻജോയ്മെൻറ്റ് എനിക്ക് പൂർണ്ണമായിട്ടും. പിന്നെ മ്യൂസിക് കയറിയപ്പോൾ അതിനേക്കാളും പ്രശ്നമായി, ലെവല് മാറി. നമുക്ക് സമയം കൂടുതൽ. അതായത് രാവിലെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രാത്രി 12 മണി വരെയൊക്കെ സ്റ്റുഡിയോയിലുണ്ടാവും. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ കാലം പരിപാടിയും പാട്ടൊക്കെ നിർത്തിയിട്ട് ഫാമിലി ആയിട്ട് കൂടുതൽ അടുത്ത് എപ്പോഴും ഓരോ തന്നെയല്ല കാണണേ, വേറെ ഒന്നുമില്ലല്ലോ. പെട്ടെന്ന് രണ്ടാമത് ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പം ഭയങ്കരമായിട്ടും വൈഫിനെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര മിസ്സിങ് ആണ് അവർക്ക്. ഭയങ്കര പ്രശ്നമാണ് അത് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല. കാരണം നമ്മൾ പുറത്തു പോകല്ലേ, പല കാര്യങ്ങളിലും നമ്മൾ ബിസി ആകുമ്പം ഇവർക്കത് ഭയങ്കരമായിട്ട് ആ ഒരു നഷ്ടം നികത്താൻ പറ്റാതെ അവർ കിടന്നിട്ട് ഉരുണ്ട് കളിക്കുമ്പം കൂടുതൽ ഇപ്പോൾ ദുബായിൽ വന്നതിന് ശേഷം തന്നെ കോളിംഗ് ഒക്കെ കുറവാണ്. കാരണം കോൾ ചെയ്തിട്ട് ഓളെ കാണുമ്പോഴും കുട്ടികളെ കാണുമ്പോഴും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോയിട്ടും വന്നിട്ട് ഒരു കാര്യം ചെയ്താലോ, ഞാനൊരു സാധനം പറയട്ടെ. ഷെഫിൻ്റെ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെയൊന്നും പറയാനുള്ള വലിയ സെറ്റപ്പ് പോയിട്ട് വന്നിട്ടും ഞാൻ പറയാൻ പോണത് ആദ്യം മുതൽ അപ്പോൾ ആഴ്ച കുഴിച്ച പോയിട്ട് വന്നിട്ട് ഞാൻ പറയാണ്, ഷെഫിൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. വായിച്ചാലോ? ഐറ്റം കൊള്ളാലോ. ഇതൊക്കെ എങ്ങനെ? വയലിൻ ഭയങ്കര ഇഷ്ടമാണ്. രാമനാഥൻ ഇതും വശമുണ്ടോ? ഞാന് ഷെഫിനെ പോലെ ഭ്രാന്തുള്ള ഒരാളാണ്. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഇന്നിലാണ് ഒതുക്കിയത്. പുറത്തേക്ക് അധികം എത്തിയിട്ടുമില്ല, എത്തിച്ചിട്ടുമില്ല. ഉള്ളത് കുറച്ചിങ്ങനെ പോകണതാണ്. അതിൽ വയലിൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിൽ ശരിക്കും എന്നെ സംബന്ധിച്ച് എൻ്റെ നെഞ്ചു കുലുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലാണ്. ഫുൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമിൽ എന്തെങ്കിലും വയലിനിൽ കേട്ടാൽ ചത്ത്. അങ്ങനെ ഉണ്ടോ? അത് അത്ര എന്താ പറയാ, നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വയലിൻ വെച്ചാൽ ചാവാൻ പാടില്ല. അപ്പൊ ഹാപ്പി കൂടണം. അല്ലല്ല, അത് ആസ്വദിക്കുന്നതിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഒരു നമ്മളെ കുത്താൻ വരുന്ന ഒരുത്തനെ ഫുൾ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിർത്തൂലേ, അതേപോലെ നമ്മൾ ഏത് പവറിലാണുള്ളത് ആ പവറിനെ നശിപ്പിച്ചിട്ട് നമ്മൾ വേറൊരു മോഡിലേക്ക് കൊണ്ടുപോകണം. പോസിറ്റീവായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കേൾക്കുമ്പോൾ അത് നെഗറ്റീവാകും. അപ്പോൾ നമുക്ക് ആ പാട്ട് വായിച്ചാലോ? ഓ, അതൊക്കെ അടിപൊളി പാട്ടാണ്. വിപ്ലവം ഉണ്ടാക്കിയ പാട്ടുകളാണ് അതൊക്കെ. നമ്മളൊക്കെ പഴയ എന്താ പറയുക, ഒരു 20 കൊല്ലം 15 കൊല്ലം 10 കൊല്ലം ബാക്കോട്ടേക്ക് പല 90s കിഡ്സും പോയിട്ടുണ്ട്. ഇപ്പോൾ അതെ, അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കത്തിച്ചവരിൽ എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട 2 പാട്ടുകാരാണ് ഷാഫിയും താജും അല്ലേ? ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം പോലും ഗാലറി വിഷൻ അല്ലെങ്കിൽ അതുപോലത്തെ കമ്പനികൾ പാട്ടുകൾ, അവരുടെ പാട്ടുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന കുറച്ച് വാക്കുകൾ ശ്രദ്ധിച്ചു.
ഒരു നാളിൽ ഞാൻ അവിടെ വരുന്നുണ്ട് പോകുമ്പോൾ മഹർമാല അണിയിക്കാൻ നെഞ്ചാറ്. എൻ്റെ പ്രണയകാലത്തിലുള്ള പാട്ടുകളാണ് അതൊക്കെ നമുക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. വൈഫിന് ഡെഡിക്കേറ്റ് ചെയ്താലോ ആ ഒരു ഉറപ്പായിട്ടും, പിന്നല്ലാതെ കൊടുക്ക വേണ്ടി അന്ന് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടുകളാണ് അതൊക്കെ. കേൾക്കുമ്പോൾ ഒന്ന് എപ്പോഴും നമുക്ക് ഈ പാട്ടുകൾക്കും ഈ പെർഫ്യൂമിനൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് മെമ്മറി കണക്ട് ചെയ്യാൻ പറ്റുകയെന്ന് അതായത് ഉള്ളൊരു തോന്നൽ. വർഷങ്ങളോളം ദൈർഘ്യമുള്ള സംഭവങ്ങളെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. എക്സാക്ട്ലി. അതെ അതെ അതെ. സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് ആ ലോകത്തേക്ക് പോകാൻ പറ്റും. അത് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകണ വേറെ ഒന്നുമില്ല. ശരിയാണ്. അതിൽ രണ്ടെണ്ണം, ഒന്ന് മ്യൂസിക്കും ഒന്ന് പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഖൽബാണ് ഫാത്തിമ ഒക്കെ ഇറങ്ങിയ സമയത്ത് അത് ഒരു കേരളം മൊത്തം അല്ലെങ്കിൽ ഈ GCCയിലൊക്കെ ഭയങ്കര ഹിറ്റായ പാട്ടല്ല. അപ്പോൾ ആ പാട്ടിൽ ആ ആൽബംസ് ഫുള്ള് നമ്മുടെ എൻ്റെ കോളേജ് സമയത്തുള്ള പാട്ടുകളാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അതൊക്കെ ഓർമ്മ വരും. എൻ്റെ പ്രണയം അതൊക്കെ അതിലെന്തായാലും എനിക്ക് ഉറപ്പാ. അതെ അതെ അതെ. അതൊക്കെ അന്ന് എല്ലാവരും അവരെ കാമുകിമാര് പാടിയുന്ന പാട്ടുകളാണ്. ഒരുപാട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഓർമ്മകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താജുദ്ദീൻ വടകര എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട താജുക്കയുടെ മനോഹരമായിട്ടുള്ള ഷെഫിന്റെ വയലിൻ തന്ത്രികളിലൂടെ അങ്ങനെ സെറ്റ്. നമ്മുടെ സ്കൂള്, നമ്മുടെ വരാന്ത, നമ്മുടെ ക്ലാസ് റൂം, സത്യം നമ്മുടെ കുട്ടികൾ, യൂണിഫോം ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ബസ് സ്റ്റോപ്പ്, ബസ്, കാത്തു നിൽക്കല്, പോക്ക്. ഇനി ലൈഫിൽ തിരിച്ച് കിട്ടൂല. അതാണ് സെറ്റാണ്. സന്തോഷം. അങ്ങനെ ഈ പാട്ട് വീണ്ടും വായിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ഓർമ്മകൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ മനസ്സിൽ കയറി കൂടിയ പാട്ടുകളും പാട്ടുകാരും എഴുത്തുകാരും കണ്ട കാഴ്ചകളൊന്നും ഒരിക്കലും മറക്കൂല. അതാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പാട്ട് പിന്നെ നെഞ്ചിനുള്ളിൽ എന്ന് പറഞ്ഞ പാട്ട് ഇന്ന് രണ്ടാമത് തിരിച്ചു വന്ന് പുതിയ തലമുറ ഏറ്റെടുത്ത് താജുക്കന്നെ വർഷങ്ങളായി, താജുക്ക് 22-23 കൊല്ലമായിട്ട് ഈ ഒരു പാട്ടിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മളൊരു സ്റ്റേജ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ മൂപ്പര് ഒരു രാജാവുമായിരിക്കാം. ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് ചുരുക്കം ചില കലാപരമായിട്ടുള്ള ആളുകളെയാണ് കിട്ടി. ഷാഫി പാട്ടുകാരൻ, കലാകാരൻ എന്നതിലപ്പുറത്ത് ഞാൻ നേരത്തെ വയലിൻ ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ ഉള്ളിനുള്ളിലൊരു സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ താജുക്കനോട് പിന്നെ ചെറിയൊരു ബേജാറുണ്ട്. നമ്മളൊരു ബഹുമാനം കൊടുക്കൂലേ അക്കൂട്ടത്തിൽ. അങ്ങനെ അതുപോലത്തെ കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് ഭയങ്കരമായിട്ട്. ഫ്രണ്ട്സ് വൈഫ് പറയണ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ദുബായിലാണെങ്കിൽ സവാദ് ഉണ്ട്, നസ്രു ഉണ്ട്. അപ്പോൾ വൈഫ് പറയും, രണ്ടാമത്തെ ഭാര്യൻ്റെ അടുത്ത് എത്തിയല്ലോ, ഒന്നാമത്തെ ഭാര്യ സവാദിന്റെ വൈഫ് 2 ദിവസം മുമ്പ് സവാദ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ വൈഫ് പറഞ്ഞു, ഭാര്യ വന്നിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് എത്ര സന്തോഷം. നാട്ടിലാണെങ്കിൽ ഇപ്പം സലാംക, ഷിജില്, പിന്നെ രാമു, ഞാനും രാമും കൂടെയാണ് വർക്ക് ചെയ്യണ ഒരുമിച്ചിട്ട്, നവാസ്ക, ഷൈനു, അങ്ങനെ കുറച്ച് ഒരു അടിപൊളി കുറച്ച് 10-15 ആൾക്കാരുണ്ട്. ഷംസീർക്ക, നൗഷാദ്, പാച്ചു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പം എന്നെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് കിടക്കുന്നത്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ഫ്രണ്ട്സ്, നാട്ടിലത്തെ അവർ ഭയങ്കരമാണ്. നൗഷാദ്, അഫ്സല്. അല്ല, നമ്മൾ ഇപ്പം ഞാൻ ഈ ഗാലറി വിഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ദുബായിൽ വന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് എന്നെക്കാൾ കൂടുതൽ എന്നെ തിരിച്ചറിഞ്ഞത് ചില സമയങ്ങളിൽ ഷെറഫാണ്. ഞാൻ അതിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവനിങ്ങനെയാടാ, അത് വേറൊരാളോട് പറയുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി. എനിക്കത് ഫീൽ ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് എന്താണ് ചിന്തിക്കുന്നത്, നമ്മളെവിടെയാണോ ഡൗണ്, ഇതൊക്കെ അവർ കണ്ടെത്താന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ലൈഫ് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ശരിക്കും ഇപ്പോൾ ദുബായ് ലൈഫ് നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. കാരണം നാട്ടിൽ
ഈ മാസം നിറയെ പരിപാടികൾ വന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഉം. പണത്തേക്കാൾ അപ്പുറത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അതാണ് അവിടെ വന്നിട്ട് നിൽക്കാന്നുള്ള. ഇപ്പം എനിക്ക് ബേസിക്കലി സമാധാനം, സുക്കൂൻ. അതാണ് അത് എൻ്റെ അടുത്ത് കുറേ ആൾ എന്നെ കളിയാക്കുകയും ചെയ്ത്. അതോ ഈ ഏപ്രിൽ 1 മുതൽ 14-15 വരെയൊക്കെ ഫുൾ ഷോ വന്നിട്ട് എൻ്റെ കൂടെ ഉള്ളവനുണ്ട്, സുഹൃത്താണ് സൽമാൻ എന്ന് പറഞ്ഞിട്ട്. ഓനിക്കാണ് പരിപാടിൻ്റെ എൻക്വയറി ഒക്കെ പോകണം. ഉം. ഉനൈസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും നിങ്ങൾ എന്ത് മണ്ടത്തര ചെയ്യണം, നിങ്ങൾ ഷർഫിനെ പറയും വരുന്നില്ല, നാട്ടിലെ കോളേജിലെ പരിപാടിയായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനത് വാക്ക് പറഞ്ഞാൽ പോവും, ഞാൻ പോകും. എൻ്റെ ആവശ്യം എന്താ വെച്ചാൽ എനിക്കിവിടെ പണം കൊടുത്താൽ കിട്ടാത്ത, പൈസയിൽ നിന്നും കിട്ടാത്ത സുഖം എന്തോ സത്യം. അതെന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. അത് ഞാൻ അക്കാര്യത്തിൽ പോസിറ്റീവാണ്. അപ്പം അന്ന് ആ ഒരു കെയർ ഓഫിൽ വന്നതിൻ്റെ പേരിൽ ഷെഫിനെ കൂടെ വർത്താനം പറയാനും നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റി. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കാറിൽ വർത്താനം പറഞ്ഞ് അരമണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് കൗസിലിരുന്ന് വർത്താനം പറഞ്ഞ് അത് കുറച്ചുകൂടി മാനസികമായിട്ട് അടുക്കാൻ പറ്റും. പിന്നല്ലാതെ എന്തായാലും ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, ഇൻഷാല്ല ഷെഫിനോടൊപ്പം ചേർന്നിട്ട് ഒരു ചെറിയ സെറ്റപ്പ് നമുക്ക് ചെയ്യണം. ഒരു ബാൻഡ്. പിന്നെ എനിക്ക് നാട്ടിൽ ഇപ്പോൾ ഒരു ബാൻഡ് ഉണ്ട്, സെഫിൻ ഫരീദ് ലൈവ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അർജുൻ കീബോർഡ് വായിക്കണം, അവൻ പിന്നെ അനിരുദ്ധ് ഉണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കൂടെ കൂടാൻ. എന്നിട്ട് നിങ്ങളെ പരിപാടിക്ക് നിങ്ങൾ പോയിക്കോളി, എനിക്ക് കിട്ടുന്ന പരിപാടിയിലേക്ക് വെൽക്കം. പിന്നെ അതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പുതുമ നിറഞ്ഞ പരിപാടി. ഉറപ്പായിട്ടും. നമ്മുടെ നമുക്കും അങ്ങനെ തന്നെ ഇഷ്ടം, ഒരു സാധാരണ കണ്ടു വരാത്ത എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യാൻ ചെയ്യണം. തീർച്ചയായിട്ടും അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച്. അങ്ങനെ പറയൽ വളരെ കുറവാണ്, എന്നാലും അത് നടക്കുമെന്ന് വിശ്വസിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും നടക്കും. ഇനിയിപ്പോൾ നമുക്ക് വന്നിട്ടും പോയിട്ടും ഷാഫി കൊല്ലം ഇവരുടെ ഷാഫിൻ്റെ വർക്കിൽ വായിച്ചിട്ടുണ്ട്, ആൽബത്തിൽ വയലിൻ വായിച്ചിട്ടുണ്ട്. ഷിബു സുകുമാരൻ്റെ അവരാണ് ശരിക്കും വേറൊരു, ഞാൻ പറയില്ല ഓരോ സമയത്ത് ഓരോ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ വന്നതാണ് സജീറും ഷിബോട്ടന്, ഷാഹിദ്, ലാസ്റ്റ് എഡിഷൻ. അവരിൽ നിന്നാണ് പിന്നെ ഒരു ഭയങ്കര ഒരു പുഷ് കിട്ടിയത്. സജീർ, പിന്നെ റിയാസ്ക പട്ടാമ്പി, റിയാസ്ഖാന്റെ ഒരു മ്യൂസിക് ആൽബത്തിൽ നജീം പാടിയിൽ ഞാൻ ഒന്ന് അഭിനയിച്ചു. ആൽബം ആർട്ടിസ്റ്റാണ്. അങ്ങനെയല്ല, അടിപൊളിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് വായിച്ചാറ് പാട്ട് അടിപൊളി. ഫായിസാണ് എന്നെ പറ്റിച്ചത്. ഓ പറഞ്ഞ് ഞാനൊരു റിയാസ്ഖാന്റെ ഒരു നമ്മുടെ ഗാലറി വിഷനിൽ നിന്ന് ഒരു മ്യൂസിക്, ഒരു ഡിവോഷൻ, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് മറ്റേ ഇവള് പാടിയത്, എന്താ പേര്, ദിലീപ് അല്ല മറ്റേ ശ്രേയക്കുട്ടി പാടിയ, ചെറിയ ശ്രേയക്കുട്ടി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വയലിൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഫായിസ് പറഞ്ഞ് ഷറഫ്ക റിയാസ്ക്കൊക്കെ വിളിച്ചു പറഞ്ഞു, സെഫിൻ അതിൽ വയലിൻ വായിച്ച പോർഷൻ ഉണ്ടല്ലോ, സെഫിൻ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എവിടെയാണ്, എറണാകുളത്താണ് ഷൂട്ട്, ഇടപ്പള്ളിയുള്ള ചർച്ചിൽ വെച്ചിട്ടാണ് ഷൂട്ട്, ഒന്ന് വരണം, വയലിൻ വായിക്കാനുണ്ട് പറഞ്ഞു. ഞാൻ ഓക്കെ വയലിൻ വായിക്കാമല്ലോ, ഞാൻ വായിച്ചു. അപ്പോൾ ഒരു വൈറ്റ് ഷർട്ടും അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട്, അപ്പോൾ ഫായിസ് പറഞ്ഞു സെഫിൻ അവിടെ ഒന്ന് വായിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് വായിക്കും, അവിടെ അപ്പുറം പോയിട്ട് നിന്നിട്ടൊന്ന് വായിക്കും. അപ്പോൾ അവിടെ നടന്ന് വന്നിട്ടൊന്ന് അവള് പ്രാർത്ഥിക്കണമെന്ന് നോക്കി, ഇവിടുന്ന് നോക്കി ഇതെന്താ വായിച്ചോ, നോക്കിക്കോ പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇതില് നീ ആയിരുന്നു നായകൻ, അങ്ങനെ പറ്റിച്ചതാണ് അവന്. ഈ റിയാസ് പട്ടാമ്പി എന്ന് പറയുന്ന കലാകാരൻ കുറേ പാട്ടുകാർ ഈ ഫീൽഡിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറേ ശ്രമം നടത്തി. അതുപോലെ തന്നെ മൂപ്പര് സിനിമയിൽ സജീവമായിട്ടാണ് അല്ലേ. പക്ഷെ സിനിമാക്കാരനായിട്ടും മൂപ്പര് ചെയ്തു വെച്ചതൊന്നും മറന്നുപോയിട്ടില്ല. ഷെഫിൻ ഭായ് ഇപ്പോൾ ഈ വയലിൻ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലൊക്കെ പെട്ടെന്നൊരു വേദന, വിരഹം, ഇഷ്ടം, സ്നേഹം ഒക്കെ വരുന്നൊരു ഇൻസ്ട്രുമെൻ്റിലാണ് വയലിൻ. അതിലേറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഹിന്ദി പാട്ടുകളും ഉണ്ട്. പാട്ട് കേൾക്കുന്ന പോലെയല്ല വയലിനിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ഹിന്ദി പാട്ട് പഠിച്ചാലോ? പിന്നെ ഉറപ്പായിട്ടും വായിക്കാം.
നമുക്കൊരു കാര്യം ചെയ്താലോ, ഇനി എന്നെ കളിയാക്കരുത്. ഇനി ചിലപ്പോൾ മയ്യത്തായി പോകും. ഷെഫിനെ, അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലൈഫ് മൊത്തം എടുത്തെറിഞ്ഞ് അടിച്ച് പൊളിച്ച് പോയിട്ടും വന്നിട്ടും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പറയാൻ ഞാൻ പോയിട്ടും വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ അയച്ചാൻ കുഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഫായിസ് പറഞ്ഞ് അവൻ്റെ മുഴുവൻ കഥയൊന്നും എനക്കറിയില്ല, അതൊന്നും അറിയില്ല, അവൻ പറഞ്ഞിട്ടില്ല, അത് പറയാൻ ഉദ്ദേശമില്ല, ഭീകരനൊക്കെ കുറച്ച് ഒരു അപ്പൊ എന്തായാലും ഇതിനൊരു തുടർക്കഥ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിലൊരു രണ്ടാം ഭാഗം വരും. അങ്ങനത്തെ കഥകളൊക്കെ വേറെ ഒരു അവസരത്തിൽ ഹൃദയത്തിൽ ഒളിച്ച കഥകളാണ്. ഞാൻ അതിനകത്ത് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ലൈഫിൽ പണ്ട് നടന്നിട്ടുള്ള പ്രയാസമേറിയ, ബുദ്ധിമുട്ട് അനുഭവിച്ച, ഒരുപാട് വേദനകൾക്ക് കാരണമായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്കത് ഒരുപാട് സങ്കടവും പ്രയാസവും ഒക്കെ തോന്നിയ അവസ്ഥകളായിരുന്നു. പക്ഷേ ആ അവസ്ഥകൾ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പം അതൊക്കെ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിലേക്കും വെളിച്ചത്തിലേക്കും വിജയത്തിലേക്കും എത്താനുള്ള സങ്കടങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അന്നുണ്ടായ ആ അവസ്ഥയെ ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് പഠിച്ചവനോട് അൽഹംദുലില്ലാ അത്രേ ഉള്ളൂ, സന്തോഷിക്കുക. കാരണം അന്ന് നമുക്ക് ചെറിയൊരു പ്രയാസം, വലിയ പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പിടിച്ച് നമ്മൾ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർഷത്തിന് ശേഷം വേറൊരു ലൈഫ് പഠിച്ചു തരും ഉറപ്പായിട്ടും. അതിനകത്ത് ഈ തന്ന പ്രയാസങ്ങൾ കൊല്ലങ്ങളോളുള്ളതാണെങ്കിലും സെക്കൻഡുകൾക്ക് വാല്യൂ കൊടുത്തിട്ട് അതൊക്കെ ചെറുതായിട്ട് അതിനേക്കാൾ വലിയ സന്തോഷത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായിരുന്നു. അതൊക്കെ നമുക്ക് നമ്മളെ യഥാർത്ഥമായിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും സഹായിച്ചതാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഒരു സെഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇപ്പോൾ നേരത്തെ ഞാൻ പറയില്ല, എൻ്റെ ട്രോളിയിൽ കുറേ ഫ്രജൈലിൻ്റെ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞ പോലെ, അതേപോലെ തന്നെ ആയിരുന്നു ഞാനിങ്ങനെ എൻ്റെ സ്കൂളിന് മുമ്പ് കൂടെ ആയിരുന്നു മുമ്പ് എൻ്റെ ബൈക്കിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് സംസാരിച്ചും കൊണ്ട് ഞാൻ പോകും. സീരിയസ്ലി കാറിൽ പോകുമ്പോഴും പറഞ്ഞുതരാം. ഇന്നലെ രാത്രി ഇവിടെ ദുബായിലൊരു സ്പെഷ്യൽ ഷവർമ കിട്ടുന്ന ഷർഫിന് ഇഷ്ടമുള്ള ഒരു കടയുണ്ട്. ആ കടയിൽ പോയിട്ട് ഇടയ്ക്കിരുന്ന്, അപ്പോൾ നമ്മൾ 3-4 ആൾക്കാരുണ്ട്, ഷർഫ്, ഞാൻ, ജസീൽ, പിന്നെ ഫായിസ്. അപ്പോൾ പെട്ടെന്ന് എന്നോട് ചെന്തടാന്ന് വെച്ചു ഷർഫു. അപ്പോൾ അല്ല ഷഹബാസും കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നീ എന്താ ഇപ്പം ചെയ്തു? ഞാൻ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞു മരം നോക്കിയിട്ട്. അപ്പം എന്നോട് പറയാണ്, നിന്നൊന്ന് പോകുമ്പോൾ കാണുക. അല്ല, അത് നമ്മൾ ഒട്ടുമിക്ക കലാകാരന്മാരാണെങ്കിലും അല്ലെങ്കിലും ചെറുതായിട്ടൊരു കിറുക്കുണ്ടാവും. അതിൽ ഞാൻ സംസാരിച്ച കാര്യം വലുതാണ്. അപ്പോൾ കുറെ ആൾക്കാർക്ക് ഇതൊന്നും അറിയുണ്ടാവില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കുറെ വട്ടുള്ള ആളാണെന്നുള്ളത് അറിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാവർക്കും ഉണ്ട്. സ്കൂളിൻ്റെ മുമ്പ് കൂടെ കാറിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടുമ്പോൾ ഞാൻ അങ്ങനെ പറയും, സ്കൂളിലൊക്കെ എന്നാണ് എന്നെ ഒന്ന്, ഞാൻ പഠിച്ച സ്കൂളിലൊന്ന് ഗസ്റ്റായിട്ടൊന്ന് എന്നെ വിളിക്കുക എന്നൊക്കെ. ആ സ്കൂളിൽ ഞാൻ അങ്ങനെ ഗസ്റ്റായിട്ട്, ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ഗസ്റ്റായിട്ട് പോകാൻ പറ്റി. അവിടുത്തെ ആർട്സ് ഡേ ഇനോഗ്രേഷന് പോകാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കണ പരിപാടി ഉണ്ടല്ലോ, ഇത് ഞാൻ ഇതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കാൻ മീൻസ് ഇതൊക്കെ എൻ്റെ ലൈഫിലൂടെ ഞാൻ ഇതിലൂടെ ഞാൻ കടന്നു പോകണം, പ്ലാനിട്ട് വെച്ച ആണ് ഉറപ്പായിട്ടും. അതേപോലെ കുറച്ച് കാര്യങ്ങളോട് ഉണ്ട് ഇതിൻ്റെ കൂടെ. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചോട്ടെ, ഇതിനകത്തൊരു പവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഷെഫിന് ആഗ്രഹിച്ച ആഗ്രഹം ഷെഫിന് ഒരിക്കലും ഷറഫിനോടോ ഫായിസിനോടോ പറഞ്ഞിട്ടില്ല, മനസ്സിലാ. ഷെഫിന് വന്നിറങ്ങിയ പാട്, അല്ല ഇവിടെ വന്നിറങ്ങിയ പാട് ഷറഫ് പറഞ്ഞ എന്താ പറയുക, അവൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം കേട്ടോ. ആണോ? അപ്പം നോക്ക്, നമ്മൾ പറയാതെ നമ്മുടെ ആഗ്രഹത്തിന് വേറൊരാളുടെ ഹൃദയത്തിൽ തോന്നാൻ പഠിച്ചവൻ കാരണക്കാരനാവണേ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു ശക്തി. സന്തോഷ് ജോർജ് കുളങ്ങര എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വൈഫ് എപ്പോഴും പറയും, ഞാൻ അധികം രാത്രി അവരുടെ ഇൻ്റർവ്യൂ കേട്ടിട്ടാണ്, പാട്ട് കേട്ടിട്ടല്ല ഞാൻ കിടക്കാറുള്ളത്, ഇതേപോലെ ഇൻ്റർവ്യൂസ് കേട്ടിട്ടാണ് ഞാൻ കിടക്കുക. അങ്ങനെ കേട്ടിട്ട് അങ്ങനെ തുടങ്ങി പോരാം. അപ്പോൾ അവരുടെ എല്ലാതും ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട്. ഞാൻ പുള്ളീൻ്റെ
ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിലൂടെ ഞാൻ അനുഭവിച്ച ആളാണ്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റും. ഞാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കംഫർട്ട് സോൺ പൊട്ടിക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഉള്ള എൻ്റെ സേഫ് സോൺ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസൈനിങ് കൊണ്ട് ഉണ്ടാക്കി അങ്ങനെ എനിക്ക് വയലിൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ബ്രദർ ഉണ്ട് റോഷൻ, അവന് ഇവിടെ തന്നെയാണ്, ദുബായിലാണ്. അബുദാബിയിലാണ്. എന്താണ് അവന് സിവിൽ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഈ ബ്രദറാണോ വീട്ടില് ഷെഫിന്റെ ഭാഗത്ത് നിന്ന് ഷെഫിന് പോലും അറിയാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഷെഫിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ബ്രദർ ഉണ്ട്, അവന് പോലും അറിയണ്ടാവില്ല അവൻ എന്നെ എത്രത്തോളം മുത്താണത്. അത് ഒരു അനിയൻ ഒരു ഏട്ടനെ പറ്റിയിട്ട് പറയാണ്, ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും എൻ്റെ ഏട്ടന് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വേറെ വൈബാ. ഞാനതാ പെട്ടെന്ന് ചോദിച്ചേ. ദുബായിലാണ്, പേര് പറയിപ്പിച്ചതാണ്. കാരണം എൻ്റെ ഹൃദയത്തിൽ തോന്നി, നമുക്ക് നമ്മുടെ സഹോദരനോട് തോന്നുന്ന ഒരു ഇഷ്ടം നമ്മൾ വേറൊരാളിനോട് പറയുമ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഷെഫിന് പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം വ്യക്തമായി. അങ്ങനെ പറ്റി പറഞ്ഞപ്പം, ലൈഫിനെ കുറിച്ച് ചിന്തിച്ചപ്പം, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചപ്പം കണ്ട സ്വപ്നങ്ങളൊക്കെ കണ്ണിൽ കണ്ണീരായിട്ട് വന്നത് കണ്ട് കൂടുതൽ ഞാനിരുന്ന് കഴിഞ്ഞാൽ ഞാനും പൊട്ടിക്കറിയും. കാരണം എൻ്റെ ഫോട്ടോസ്റ്റാറ്റായിട്ട് മാറും ഞാൻ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിലും. നമ്മുടെ പ്രിയപ്പെട്ട ടിഷ്യൂ എടുത്തിട്ടളിയ പ്രശ്നമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇമോഷണലി ഭയങ്കര പ്രശ്നക്കാരനാണ്. ചെറുതാണ്, പൊട്ടിപ്പോവും. അപ്പോൾ എന്തായാലും ഇനി ഷെഫിൻ്റെ വരാൻ പോണ പ്രോജക്റ്റുകൾ, വർക്കുകൾ, ഡ്രീം, അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനോഹരമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന. പഠിക്കണം നന്നായിട്ട്, വയലിൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്. ഏതായാലും ഞാൻ ഇറങ്ങിയല്ലോ, അപ്പോൾ കുറച്ചും കൂടെ പഠിപ്പിക്കാൻ അവർ ഭയങ്കരമായിട്ട് തയ്യാറാണ്, ജസ്റ്റിനും ബാലും ഒക്കെ. അപ്പോൾ അവരെൻ്റെ അനിയന്മാരാണ് രണ്ടുപേരും. അപ്പോൾ ചങ്കിലും ചങ്കായിട്ടുള്ള ചങ്ങായിമാർ കൂടെ ഉള്ളപ്പം നെഞ്ചിടിപ്പായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കലാലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പം നമ്മളെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മളോടൊപ്പം ചേരാൻ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഷെഫിൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, ചന്തുവിൽ തുടങ്ങിയിട്ട് ഷംസുക്കയിൽ നിൽക്കുന്ന ആ ഒരു വലിയ സുഹൃത്ത് വല ആൾക്കാരുണ്ട്. എല്ലാവരെയും മുഖം ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പോകും. പേരെടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അവർക്കും അറിയാം. അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിനൊരു സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ എന്തായാലും വരും 10 മാസങ്ങൾക്ക് ഇൻഷാല്ലാ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഇന്ന് പൂവണിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്വപ്നം കാണുക, അതിലേക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നുള്ളതിൻ്റെ ഒരു ഇതിനാണ് ഇപ്പം ഇന്ന് ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും വരാനുള്ളത് എൻ്റെ ബാൻഡ്, ഓൺ കോമ്പോസിഷൻസ്, അത് ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ റീസെൻ്റ്ലി അത് ഗാലറി വിഷനിലൂടെ ഷർഫ് ഖാൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, സംസാരിക്കണം. എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഉറപ്പായിട്ടും ഷെഫിൻ ഫരീദ് എന്ന് പറയുന്ന ഈ ഒരു ഡിസൈനർ, വയലിനിസ്റ്റ്, അതിനപ്പുറത്ത് നല്ല പ്രണയം കൊണ്ടാടുന്നിട്ട് ആ പ്രണയിനിയെ സ്വന്തമാക്കിയിട്ട് ജീവിതത്തിൽ ആ പ്രണയം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും ഇനി അറിയപ്പെടട്ടെ ഷെഫിൻ ഫരീദ് എന്ന മ്യൂസീഷ്യൻ. ഇൻഷാല്ലാ. താങ്ക് യു ഇതാണ് ജലാൽക്ക. താങ്ക് യു.